കടുവയും പുലിയും ആനയും പന്നിയും നാട്ടിലിറങ്ങുമ്പോൾ വനം വകുപ്പ് എന്താണ് ചെയ്യേണ്ടത്? കൊല്ലപ്പെടുന്നവരുടെ ശവസംസ്കാരം നടത്തുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ ബാക്കിയില്ലേ? കേരളമാകെ വൈദ്യുതി വേലികളും കിടങ്ങുകളും മതിലുകളും പണിത് മൃഗങ്ങളെ തടഞ്ഞു നിർത്തുക എന്ന അസംഭവ്യമായ പദ്ധതിയുമായി എത്ര കാലം മുന്നോട്ടു പോകാനാകും? വയനാട് കേണിച്ചിറയിലും കുപ്പാടിത്തറയിലും പടിഞ്ഞാറേത്തറയിലും വാകേരിയിലും കേളകപ്പാറയിലും മാത്രമല്ല, പത്തനംതിട്ടയിലും ഇടുക്കിയിലും കണ്ണൂരും കടുവയും പുലിയും ഇറങ്ങുന്ന നാടുകളുണ്ട്. കടുവയ്ക്ക് കൂടുവച്ച് ഇനി എത്ര കാലം? നോക്കാം സ്പോട്ട്ലൈറ്റ്. വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ലോകമെങ്ങും പദ്ധതികളുണ്ട്. അതെല്ലാം നടപ്പാക്കുന്നത് കാടുകളിലാണ്. നാടുകളിൽ വേലികെട്ടിയും മതിലുകെട്ടിയും കിടങ്ങുകെട്ടിയും തടുക്കാൻ കഴിയുന്നത് ഇരപിടിക്കാനാകാതെ അവശനായും മതമിളകി മനോനില തെറ്റിയും പേപിടിച്ച് പരിഭ്രാന്തനായും ഒറ്റയ്ക്ക് വരുന്ന മൃഗങ്ങളെയാണ്. തീറ്റയില്ലാതെയും വെള്ളമില്ലാതെയും മൃഗങ്ങൾ കൂട്ടത്തോടെ വരുമ്പോൾ പദ്ധതികൾ നടപ്പാക്കേണ്ടത് നാട്ടിലല്ല, കാട്ടിലാണ്. അവിടെ മികച്ച ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊടുക്കുക എന്നതാണ് ലോകമെങ്ങും നടപ്പാക്കുന്ന രീതി. നാട്ടിൽ ഡാമും തടയണയും നിർമ്മിക്കുന്നത് പോലെ, കൃഷി ചെയ്യുന്നത് പോലെ പ്രധാനമാണ് കാടിനു വേണ്ടിയുള്ള കൃഷികൾ. കഴിക്കാനുള്ളത് കാട്ടിലുണ്ടാക്കുക എന്നതാണ് മൃഗങ്ങൾ അതിർത്തി കടക്കാതിരിക്കാനുള്ള ഏക മാർഗം. നമ്മൾ ഈ കാടായി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അക്കേഷ്യയും യുക്കാലിപ്റ്റസും വളരുന്ന ഇടങ്ങളാണ്. അത് ഈച്ചയ്ക്കോ കുഴിയാനയ്ക്കോ പോലും ഉതകുന്ന ഒരു ആവാസ വ്യവസ്ഥയല്ല. കാട്ടിൽ എന്തൊക്കെ നട്ടുപിടിപ്പിക്കണം എന്ന സഹ്യനെ അറിഞ്ഞ് പണ്ടേ എഴുതി വച്ചിട്ടുണ്ട്. മുള, ഈറ്റ, പ്ലാവ്, നെല്ലി, കമ്പകം, പൂവം, താന്നി, ഞാവൽ, മലവേപ്പ്, ഇനിയുമുണ്ട് ഈ പട്ടികയിൽ ഒട്ടനവധി വൃക്ഷങ്ങൾ. സസ്യാഹാരികളായ മൃഗങ്ങളെ പോറ്റി വളർത്തുന്നതിലൂടെ മാംസാഹാരികൾക്ക് ഇരകളെ കൂടിയാണ് ഉണ്ടാക്കി നൽകുന്നത്. പ്ലാവ് കാട്ടിലുണ്ടെങ്കിൽ ചക്കക്കൊമ്പന്മാർ അവിടെ യാത്ര അവസാനിപ്പിക്കും. റേഷൻ കടകൾ പൊക്കാൻ പിന്നെ ഒരു തുമ്പിക്കൈയും ഉയരില്ല. കാട്ടിൽ കൃഷി ഇറക്കണം എന്നു കേട്ടാൽ നടക്കുന്ന കാര്യമാണോ എന്നാകും ഒരു സംശയം. മനുഷ്യർ പണ്ട് കായും പുല്ലുമൊക്കെ തിന്ന് നടന്നവരാണ്. കൂട്ടമായി താമസിക്കാൻ തുടങ്ങിയപ്പോൾ നെല്ലും ഗോതമ്പും വാഴയും ചേനയും കപ്പയും ഒക്കെ നടാൻ തുടങ്ങി. മൃഗങ്ങൾക്ക് സ്വയം കൃഷി ചെയ്യാനുള്ള കെൽപ്പില്ല. നാട്ടിൽ മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ കാട്ടിൽ തൈ നട്ട് അവിടെ ഭക്ഷണം ഒരുക്കി കൊടുക്കണം. മനുഷ്യന് വേണ്ടി ഹരിത വിപ്ലവവും ക്ഷീരവിപ്ലവങ്ങളും ഉണ്ടാക്കുന്നത് പോലെ വളരെ പ്രധാനമാണ് കാടിനു വേണ്ടിയുള്ള ജൈവ വിപ്ലവങ്ങൾ. പിന്നെ അത് തിന്നു നടക്കുന്ന മാനുകളിലും മുയലുകളിലും അവസാനിക്കും കടുവയുടെ വേട്ടകൾ. കൃഷി മാത്രം പോരാ, ജലസേചനവും വേണം. കാട്ടിൽ നിരവധി കുളങ്ങളും തടാകങ്ങളുമുണ്ട്. പലതും മണ്ണടിഞ്ഞ് നികന്നു പോയി. നാട്ടിലേതെന്നതുപോലെ കുളങ്ങൾ നവീകരിച്ചു നൽകണം. അരുവികളിൽ ആവശ്യമെങ്കിൽ തടയണകൾ തീർക്കണം. പ്രത്യക്ഷത്തിൽ മൃഗങ്ങൾക്കാണ് ഉപകാരമെങ്കിലും ആത്യന്തിക നേട്ടം മനുഷ്യന് തന്നെയാണ്. കേണിച്ചിറയിലിറങ്ങിയ കടുവയെ നോക്കാം. അതിന് 3 പല്ലുകൾ പോയതാണ്. മുൻകാൽ ഒടിഞ്ഞതാണ്. കാട്ടിൽ ഓടി നടന്ന് വേട്ടയാടാനുള്ള കെൽപ്പില്ല. അപ്പോ ലോകത്തെ ഏറ്റവും ദുർബല ജീവികളിലൊന്നായ മനുഷ്യരെ തേടി നാട്ടിലേക്ക് ഇറങ്ങി. അല്ലെങ്കിൽ മനുഷ്യർ കെട്ടിയിട്ട് വളർത്തുന്ന കാലികളെ ലക്ഷ്യമിട്ട്. വനംവകുപ്പ് തോൽപ്പെട്ടി 17 എന്ന് വിളിക്കുന്ന ഈ കടുവയ്ക്ക് പ്രായം 10 ആണ്. ഈ പരിക്കേൽക്കുന്നത് വരെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതായി എങ്ങും രേഖകളില്ല. ഇത്തരം ഒറ്റപ്പെട്ട നീക്കങ്ങൾ മാത്രമാണെങ്കിൽ അവയെ നേരിടാൻ വലകളും കൂടുകളുമൊക്കെ മതി. കാടതിർത്തികളിൽ കൂടുതൽ വാച്ചർമാരെ നിയമിച്ചും പ്രശ്നം പരിഹരിക്കാം. പക്ഷേ ഇപ്പോ സ്ഥിതി അതുമാത്രമാണോ? വന്യജീവികൾ മനുഷ്യനെ ആക്രമിക്കുന്നത് തടയാൻ വനം വകുപ്പ് നിരവധി പദ്ധതികൾ തയ്യാറാക്കി. 10 കോടി മുതൽ 650 കോടി വരെ മുതൽ മുടക്കേണ്ടതാണ് ഓരോ നിർദ്ദേശവും. തത്വത്തിൽ അംഗീകരിച്ചത് തന്നെ 1000 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. ഇതിൽ കിഫ്ബി വഴി 110 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതുമാണ്. അത് ഫെൻസിംഗ് ആയിരുന്നു, വേലികെട്ടൽ.
അംഗീകാരം കിട്ടിയ 110 കോടിയിൽ കിഫ്ബി വഴി ഇതുവരെ ചെലവഴിച്ചത് 5,67,000 രൂപയുടെ പദ്ധതി മാത്രമാണ്. അത് തെന്മലയിലെ കല്ലുവരമ്പിൽ 2ാം മൈൽ സെറ്റിൽമെന്റിനു വേണ്ടി ചുറ്റും സൗരോർജ്ജ വേലി നിർമ്മിക്കാനായി ഉപയോഗിച്ചത്. 3 കിലോമീറ്ററിലെ ആ സൗരോർജ്ജ വേലിയാണ് പൂർത്തിയാക്കി എന്നവകാശപ്പെടാവുന്നത്. തൂക്കുവേലി, ആനക്കിടങ്ങ്, ക്രാഷ് ഗാർഡ് വേലി, ആന പ്രതിരോധ മതിൽ, ജൈവവേലി എന്നിങ്ങനെ 1/2 ഡസനുകളോളം പദ്ധതി വേറെയുണ്ട്. അതൊന്നും നടപ്പാകുന്നില്ല. അതിന് കാരണവും വ്യക്തമാണ്. ഖജനാവിൽ പണമില്ല. മനുഷ്യന് പെൻഷനും റേഷനും കൊടുക്കണോ, മൃഗങ്ങൾക്ക് പ്ലാവ് വെച്ച് കൊടുക്കണോ എന്ന ചോദ്യം ഉയരുമ്പോഴൊക്കെ ഓട്ടുള്ള മനുഷ്യരിലേക്ക് മുൻഗണന മാറും. ഓട്ടുള്ള മനുഷ്യനെ വേട്ടയാടുന്ന മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോഴെങ്കിലും ഈ പദ്ധതി പരിഗണനകൾ മാറിയേ തീരൂ. കാടതിർത്തിയിൽ ജീവിതം പുലരാൻ അതല്ലാതെ വേറെ ഒരു മാർഗവും ഇന്ന് ബാക്കിയില്ല. സ്പോട്ട്ലൈറ്റ് ഇതോടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും ഇതേ സമയം.